ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ദൈവ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരു ചുരുക്കം. അനേകർ കർത്താവിൻ്റെ വിളി കേൾക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ വളരെ ചുരുക്കമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം, ഒരു പട്ടാള റിക്രൂട്ട്മെൻറ്റ് നടക്കുമ്പോൾ അനേക ആളുകൾ അങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അവിടെ എത്തും. ആ പട്ടാള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സ്ഥലത്തെത്തും. എന്നാൽ ആ വിളി കേട്ട് വന്ന എല്ലാവരും അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നില്ല. ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു പ്രയാണം അത് കുറച്ച് കഠിനമേറിയതായിരിക്കും. അവർക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും, അതിശക്തമായ ട്രെയിനിങ് അവർക്കുണ്ടായിരിക്കും. ആ സമയത്ത് പിന്മാറിപ്പോയാലോ എന്നൊക്കെ അവർക്ക് പലപ്പോഴും തോന്നിയേക്കാം. തിരിച്ചു പോയാലോ എന്ന് തോന്നിയേക്കാം. അവർക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങളും ഇഷ്ടപ്പെടാത്ത ഭാഷയും ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളും എല്ലാമായിട്ട് അവർ പൊരുത്തപ്പെട്ടു പോകേണ്ടത് ആവശ്യമാണ്. കാരണം ഒരു നല്ല പട്ടാളക്കാരനായി അവൻ ഒരുപായി പുറത്തു വരണമെങ്കിൽ അവൻ കഠിനമായ ചില പരിശോധനകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കം. അതുകൂടാതെ തന്നെ അവിടെ മറ്റൊരു കാര്യം പറഞ്ഞു, ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കാൻ പോരാടുവിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലവും വാതിൽ വലുതും വഴി വിശാലവുമാണെന്ന് കർത്താവ് പറയട്ടെ. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വഴി അത് ഇടുക്കമുള്ളതായിട്ട് തീരുന്നു, അത് ഞെരുക്കമുള്ളതായിട്ട് തീരുന്നു, അത് ഒറ്റപ്പെടലിൻ്റെ വഴിയായിട്ട് മാറുന്നു. നമുക്കറിയാം, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ വീട്ടിലുള്ളവർ അവനെ എതിർക്കാൻ തുടങ്ങുന്നു, അവൻ്റെ സമുദായത്തിലുള്ളവർ അവനെ എതിർക്കാൻ തുടങ്ങുന്നു, അവൻ്റെ സമൂഹത്തിലുള്ളവർ അവനെ എതിർക്കാൻ തുടങ്ങുന്നു. അവൻ ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവത്തിലൂടെ പതുക്കെ മാറുകയാണ്. അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവനാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനോട് കൂടെ ഇരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ എല്ലാവരും അവനെ എതിരായി തീർന്നേക്കാം. സ്വന്തം അപ്പനും അമ്മയും അവനെതിരായിട്ട് മാറിയേക്കാം, അവൻ്റെ സഹോദരങ്ങൾ അവനെതിരായിട്ട് മാറിയേക്കാം, അവൻ്റെ സഭാ സമൂഹങ്ങളെല്ലാം അവനെതിരായിട്ട് മാറിയേക്കാം. പക്ഷേ കർത്താവ് അവനോട് കൂടെ ഇരിക്കും. ആ വഴി കുറച്ച് ഇടുക്കമുള്ളതാണ്, അത് ഞെരുക്കമുള്ളതാണ്. അവൻ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ വഴി ഒന്നുകൂടി ഇടുക്കവും ഞെരുക്കമുള്ളതായിട്ട് മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം യാക്കോബിനെ സംബന്ധിച്ച് നാം പരിശോധിച്ച് നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായിരുന്ന സാറയ്ക്ക് ഒരു മകനുണ്ടായി, ഇസഹാക്ക് റിബേക്കയിലുണ്ടായ മകനാണ് യാക്കോബ്. 2 മക്കളാണ് ഉണ്ടായത്. അപ്പോൾ അവർക്ക് മക്കളില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിബേക്ക മച്ചിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം എപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നത് ഇരട്ടിയായിട്ടും 7 ഇരട്ടിയായിട്ടും ഒക്കെയാണ്. അപ്പോൾ 2 കുഞ്ഞുങ്ങളെയാണ് ദൈവം കൊടുത്തത്. ഇസഹാക്ക് പ്രാർത്ഥിച്ചു, ദൈവം 2 കുഞ്ഞുങ്ങളെ അവർക്ക് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ 2 കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി കഴിഞ്ഞപ്പോൾ റിബേക്കയ്ക്ക് അത് വലിയ പ്രശ്നമായി. കാരണം ഈ 2 പേരും തിക്കിത്തിരക്കുകയാണ്, ഗർഭപാത്രത്തിൽ കിടന്ന് തിക്കിത്തിരക്കുകയാണ്. നമുക്കറിയാം, തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ വിളി അത് അമ്മയുടെ ഉദരം മുതലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം യിരെമ്യാവിനെ വിളിച്ചത്, യെശയ്യാവിനെ വിളിച്ചത്, എലീശായെ വിളിച്ചത്, ഓരോരുത്തരുടെയും വിളിയും തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അവർ അവിടെ മുതലേ പ്രശ്നത്തിൽ ആയിത്തീരുന്നു, അല്ലെങ്കിൽ അവിടെ മുതലേ അവർ പ്രത്യേകതയുള്ളവരായിട്ട് മാറുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ റിബേക്കയുടെ ഉള്ളിൽ കുഞ്ഞുങ്ങൾ തിക്കിത്തിരക്കിയപ്പോൾ റിബേക്ക ദൈവത്തെ കാണാനായിട്ട് പോയി, ദൈവത്തോട് സംസാരിക്കാനായിട്ട് പോയി. എന്ന് ചോദിച്ചു, എന്താണ് ഇങ്ങനെ 2 കുഞ്ഞുങ്ങളെൻ്റെ ഉദരത്തിൽ കിടന്ന് തിക്കിത്തിരക്കുകയാണ്, എനിക്ക് ജീവിച്ചിരിക്കണം തന്നെ ഇല്ല, എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയണം. അപ്പോൾ ദൈവം അവളോട് പറഞ്ഞു, അത് 2 വംശങ്ങളാണ്, ഇതിൽ നിന്ന് 2 ജാതികളാണ്, 2 വംശങ്ങളാണ്, അതിൽ നിന്ന് 2 ജാതികൾ പുറപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിരുന്നു എന്ന് ദൈവവചനം പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകതയുള്ളവരാണ്. ഒപ്പം തന്നെ റിബേക്കയുടെ ദൈവം പറഞ്ഞു, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നും കൂടി പറയുകയുണ്ടായി. അതിനുശേഷം അവൾ തിരികെ പോയി. അവൾ പ്രസവിച്ച സമയത്ത് ഇളയ മകൻ, അതായത് യാക്കോബ്, ഇസഹാക്കിൻ്റെ കുതികാല് പിടിച്ചിരുന്നു എന്ന് നമുക്ക്, ഏശാവിൻ്റെ കുതികാല് പിടിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവർക്ക് ജനിച്ച മക്കളാണ് യാക്കോബും ഏശാവും. അങ്ങനെ ഈ വിളിയുടെ കാര്യം, ഇവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം റിബേക്കയ്ക്കാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇനി 2 മക്കളെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, മൂത്ത മകനായിരിക്കുന്ന ഏശാവ് എന്ന് പറയുന്ന ഒരു വനസഞ്ചാരിയായിരുന്നു. അവന് വനം ഭയങ്കര ഇഷ്ടമാണ്, കാടിലൂടെ നടക്കും, വേട്ടക്കാരനാണ്. അവൻ അമ്പും പൂണിയും വില്ലും എല്ലാം എടുത്തുകൊണ്ട് പോയി കാട്ടുമൃഗങ്ങളെല്ലാം വേട്ടയാടിക്കൊണ്ട് വരും. അവൻ്റെ അപ്പനത് നല്ലതായിട്ട് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കും. അപ്പന് ഭയങ്കര രുചികരമായ ഭക്ഷണം കിട്ടുവാനൊക്കെ ഇടയായിട്ട് തീർന്നു. എന്നാൽ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സാധുശീലനാണ്. അധികം പുറത്തൊന്നും പോകില്ല, അധികം ആളുകളോടൊന്നും സംസാരിക്കില്ല.
അമ്മയെ ചുറ്റിപ്പറ്റി ആ വീടിനുള്ളിൽ തന്നെ നടക്കും ഒരു കൂടാരവാസി, വീട് വിട്ട് പുറത്തു പോകാത്ത ഒരു മനുഷ്യനായിരുന്നു യാക്കോബ്. അങ്ങനെ ഇരിക്കെ ഇസ്ഹാക്കിന് പ്രായമായി വൃദ്ധനായി താൻ മരിക്കാനായിട്ട് പോകുന്ന സമയത്ത് തൻ്റെ മൂത്തവൻ ഏശാവിനോട് പറഞ്ഞു, നിന്റെ ഇറച്ചി ഒത്തിരി ഞാൻ തിന്നിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, ഇന്നുകൂടി നീ പോയി കുറച്ച് വേട്ട ഇറച്ചി പിടിച്ചുകൊണ്ട് വരണം. കാട്ടുമൃഗങ്ങളെ വേട്ടയാടി എനിക്കിഷ്ടമുള്ള, അത് ചില മൃഗങ്ങൾ അവന് ഭയങ്കര ഇഷ്ടമായിരിക്കും, എനിക്കിഷ്ടമുള്ള കാട്ടുമൃഗങ്ങളെ നീ വേട്ടയാടി പിടിച്ചുകൊണ്ട് വന്ന് അതിനെ പാചകം ചെയ്ത് എനിക്ക് തരിക, ഞാൻ നിന്നെ അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഇത് റിബേക്ക കേട്ടു. റിബേക്കയ്ക്ക് അറിയാം പോളിംഗ് എങ്ങനെയാണ് പോയിരിക്കുന്നത്. റിബേക്കയാണ് ദൈവശബ്ദം കേട്ടിരിക്കുന്നത്. മൂത്തവൻ ഇളയവനെ സേവിക്കും. ഉടനെ തന്നെ റിബേക്ക ചില ടെക്നിക്കെല്ലാം കാണിച്ച് ഏശാവ് പോയ സമയത്ത് ഏശാവാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്തി ഇസ്ഹാക്കിന് ലഭിച്ചത് യാക്കോബ് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങുകയാണ്. ഏശാവ് വന്നു ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അപ്പന് ഇഷ്ടപ്പെട്ടത് കിട്ടാൻ കുറച്ച് വൈകി കാണും. അപ്പോൾ അവൻ ഭക്ഷണമെല്ലാം പാകം ചെയ്ത് അപ്പൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പറഞ്ഞു, നീ ആരാണ്? ഞാൻ നിന്റെ മൂത്തവൻ ഏശാവ്. അപ്പോൾ അല്പം മുമ്പ് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിപ്പോയത് ആരാണ്? അപ്പോൾ യാക്കോബ് തന്നെ കബളിപ്പിച്ചു 2ാം പ്രാവശ്യം. അതിന് ഒരു പായസത്തിൻ്റെ കാര്യത്തിൽ കബളിപ്പിച്ചിട്ടുണ്ട്. 2ാം പ്രാവശ്യം തന്നെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഏശാവ് ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടു, എൻ്റെ അപ്പൻ മരിക്കട്ടെ, ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറയുകയുണ്ടായി. അത് യാക്കോബിനെ അലട്ടാനായിട്ട് തുടങ്ങി. യാക്കോബിൻ്റെ അമ്മയ്ക്കും ഒരു അപകടമാണ്, ഒരു മരണം ഈ വീട്ടിൽ ഉടനെ നടക്കുവാൻ സാധ്യത. ഉടനെ തന്നെ യാക്കോബിനെ തൻ്റെ അമ്മ റിബേക്ക അവിടുന്ന് പറഞ്ഞേക്കാണ്, തൻ്റെ ആങ്ങളയുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാണ്. ഈ കൂടാരവാസിയായിരുന്ന മനുഷ്യൻ, ഈ വീട് വിട്ട് പുറത്തു പോകാതിരുന്ന മനുഷ്യൻ ഇപ്പോൾ വീട് വിട്ട് പോകേണ്ടി വന്നിരിക്കുകയാണ്. ഒരു തനിപ്പെട്ട പ്രയാണത്തിലേക്ക്, ഒരു തനിപ്പെട്ട യാത്രയിലേക്ക് ദൈവം അവനെ നടത്തുകയാണ്. നമുക്കത് കാണുവാൻ സാധിക്കും. ഇത് പ്രിയ ദൈവത്തിൻ്റെ ജനമേ, രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട മക്കളിൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒറ്റപ്പെടലിൻ്റെ അനവധി അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും. ഇപ്പോൾ അവനോട് കൂടെ അമ്മയില്ല, അവനോട് കൂടെ അപ്പനില്ല. അമ്മ കൊടുത്ത കുറച്ച് എണ്ണയും കുറച്ച് പലഹാരങ്ങളും കുറച്ച് ഭക്ഷണങ്ങളുമായിട്ട് യാക്കോബ് യാത്രയാവുകയാണ്. തൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. റിബേക്ക അവളെ പറഞ്ഞേക്കാണ്. കാരണം അവിടെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ യാക്കോബ് പ്രയാണം ചെയ്ത് പോവുകയാണ്. അങ്ങനെ പ്രയാണം ചെയ്ത് പോകുന്ന വഴിയിൽ ഉള്ളിൽ ഒരു ഭയമുണ്ട്, ചേട്ടൻ പിന്തുടർന്ന് വരുന്നുണ്ടോ എന്നൊരു ഭയമുണ്ട്. എന്നാൽ അങ്ങനെ പ്രയാണം ചെയ്യുന്ന പോകുന്ന വഴിയിൽ വഴി നടന്ന് കുറേ ചെന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായി. ഒരു കാട്ടിലേക്ക് പ്രവേശിച്ചു. കാടെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത, വനം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ശൂന്യതയിൽ ഓളികളുടെ ശബ്ദം കേൾക്കുന്ന, കുറുനരികളുടെ ശബ്ദം കേൾക്കുന്ന വനാന്തർഭാഗത്ത് അവൻ എത്തപ്പെട്ടു. അവൻ ഒരു കല്ലെടുത്ത് അവിടെ വെച്ച് ക്ഷീണം കാരണം നടന്ന് ഒരു പക്ഷേ ഓടിയിട്ടുണ്ടാവും, ഒരു പക്ഷെ നടന്നിട്ടുണ്ടാവും. ഭയങ്കര ജിജ്ഞാസയോടുകൂടിയായിരിക്കും പോകണം. അമ്മാവൻ എങ്ങനെയായിരിക്കും, അമ്മാവൻ്റെ മക്കൾ എങ്ങനെയായിരിക്കും, തന്നോട് എങ്ങനെയായിരിക്കും, അങ്ങനെ പല ചിന്തകളുമായിട്ട് അവൻ നടന്നു നീങ്ങിയാണ് ആ സമയത്താണ് ഈ കാട്ടിൽ അവൻ കിടന്നുറങ്ങുന്നത്. ശരിക്കും ഉറങ്ങാൻ കഴിയുകയൊന്നുമില്ല. കാരണം വനാന്തർഭാഗത്തെ ക്രൂരമായ അനുഭവങ്ങൾ, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ, വന്യമൃഗങ്ങൾ ചുറ്റി നിൽക്കുന്നത്, ഓളിയിടുന്നത്, അതെല്ലാം കേൾക്കുമ്പോൾ അവിടെ കിടന്നുറങ്ങാനായിട്ടൊന്നും കഴിയില്ല. എങ്ങനെയോ ക്ഷീണം മുഖാന്തരം അവൻ അവിടെ കിടന്ന് ഒരു കല്ല് എടുത്ത് തലയിലേക്ക് വെച്ച് അവിടെ കിടന്ന് ഉറങ്ങേണ്ടായി. അവനൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ആകാശത്തോളം എത്തുന്ന ഒരു കോണി, സ്വർഗത്തോളം എത്തുന്ന ഒരു കോണി, ഭൂമിയിൽ നിന്ന് അതിൻ്റെ ഒരറ്റം ഭൂമിയിലും ഒരറ്റം സ്വർഗത്തിലും വെച്ചിരിക്കുകയാണ്. ദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു, ദൂതന്മാർ എന്തിനാണ് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്? ദൂതന്മാർക്ക് പറന്ന് നടന്നാൽ പോരെ, അവർക്കിപ്പോൾ കോണിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, അവർക്ക് അവിടെ നിന്ന് പറന്നു വരിക ഇവിടെ. പക്ഷേ ദൈവം നമുക്ക് ഓരോ കാര്യങ്ങളും തൻ്റെ മക്കൾക്ക് ദർശനത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് വളരെ സ്പഷ്ടവും വ്യക്തവുമായിട്ടാണ്. അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഭൂമിയിലെ കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് ദൂതന്മാരെ അവൻ ഉപയോഗിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് മറുപടിയുമായിട്ട് ദൂതന്മാരെ ഭൂമിയിലേക്ക് അയക്കുന്നു. ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതിന് വേണ്ടി അവിടെ എഴുതിയിരിക്കുകയാണ്, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഈ സ്വപ്നത്തിലൂടെ യാക്കോബ് കണ്ടപ്പോൾ, അയ്യോ യഹോവ ഈ സ്ഥലത്തുണ്ട്, ഈ സ്ഥലം ഭയങ്കരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ആ കല്ല് പിറ്റേന്ന് ഒരു സ്തൂപമാക്കി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ച് ഇത് ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് അവിടുന്ന് വീണ്ടും പ്രയാണം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് നമുക്കറിയാം യാക്കോബ് അവിടെ തനിപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവിടെ ഒറ്റയ്ക്കായിരിക്കുന്നു. നമുക്ക് ആവർത്തന പുസ്തകം അതിൻ്റെ 32-ാമത്തെ വാക്യം, അതിൻ്റെ 11-ാമത്തെ വാക്യം, യഹോവ തനിയെ അവനെ നടത്തി, അവനോട് കൂടെ അന്യദൈവം ഉണ്ടായിരുന്നു. തൻ്റെ അമ്മ ഇത്രയും വർഷങ്ങളായിട്ട് 10-15 വർഷം, ഏകദേശം 10-20 വർഷത്തോളം അവൻ അവിടെ ആയിരുന്നു. ആ സമയത്ത് തൻ്റെ അമ്മ തന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല, അപ്പൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവത്തിലൂടെ യാക്കോബ് നടക്കേണ്ടായി. അതേ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ വഴിയിൽ വെച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമ്മയില്ല, വിശ്വാസത്തിലേക്ക് തനിയെ വന്നതാണ്. അമ്മ ഭയങ്കര എതിരായിട്ട് മാറി, അപ്പൻ ഇല്ല, അപ്പം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയാസം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദർ നീ ഭയപ്പെടണ്ട, നീ ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവനാണ്, അതുകൊണ്ടാണ് ഈ ഒറ്റപ്പെടലിലായിരിക്കും നിനക്കുണ്ടാകുന്നത്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, അമ്മ നിന്റെ കൂടെ ഇല്ല എന്നാണോ, അപ്പൻ നിന്റെ കൂടെ ഇല്ല എന്നാണോ? ഒരുപക്ഷെ അവർ മരിച്ചു പോയിരിക്കാം, അല്ലെങ്കിൽ അവർ നിനക്ക് അനുകൂലമല്ലായിരിക്കാം. നീ എസ്തറിൻ്റെ പരിശോധിച്ച് നോക്കൂ, ആരാണ് അവളോടൊപ്പം ഉണ്ടായിരുന്നത്? സ്വന്തം അപ്പനും അമ്മയും അവൾക്ക് ജനിക്കുമ്പോൾ തന്നെ ഇല്ല.
അവളെ ഇളയപ്പനാണ് എടുത്ത് വളർത്തിയത്. എന്നാൽ അവളെ ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രൂത്തിനെ എടുത്ത് പരിശോധിക്കുക. ഭർത്താവ് മരിച്ചുപോയി, അന്യദേശം വിട്ട് അവളെ ദൈവം തനിയെ നടത്തി. അവൾ ബോവസിന്റെ വയലിലേക്ക് കൃത്യമായി പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മൊർദെഖായി എടുത്ത് പരിശോധിച്ച് നോക്കുക. താൻ യഹൂദ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനായിരുന്നു. താൻ ചെയ്യുന്ന നന്മകൾക്കൊന്നും പ്രതിഫലം കിട്ടാതെ അവൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. ദൈവം തക്ക സമയത്ത് കാമായി അവൻ കുഴിച്ച് കുഴിയിലേക്ക് വീഴിക്കുകയും അവനൊരുക്കിയ കഴിമത്തിൽ അവനെ തന്നെ കയറ്റുകയും മൊർദെഖായി അവിടെ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എബ്രഹാമിനെ വിളിച്ച് നോക്കുക. അവൻ്റെ വിളി തനിപ്പെട്ട രീതിയിലായിരുന്നു, ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു. തനിയെ അപ്പനെയും അമ്മയും വിട്ട് വെളിയിൽ വരുവാനായിട്ട് പറഞ്ഞു. അതെ, എബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അങ്ങനെ നമ്മൾ ദൈവവചനത്തിൽ പലരെയും പരിശോധിച്ച് നോക്കുമ്പോൾ അവരെല്ലാം ദൈവം നടത്തിയ വഴികൾ, ദാവീദിനെ നടത്തിയ വഴികൾ നോക്കുക. തൻ്റെ സഹോദരന്മാരും തൻ്റെ അപ്പനും അമ്മയും തന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല. കാട്ടിൽ ആടിനെ മേയ്ക്കുവാനായിട്ട് അവൻ പോയിരിക്കുകയായിരുന്നു. യോസഫിനെ നടത്തിയ വഴികൾ നോക്കുക. ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ, ദർശനങ്ങളെല്ലാം ലഭിച്ചവനാണ് യോസഫ്. എന്നാൽ പിന്നെ കിട്ടിയത് തള്ളപ്പെടലാണ്. വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു, നാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു, ഭാഷ അറിയാത്ത ഒരു സ്ഥലത്ത് അവൻ തനിയെ പോകേണ്ടതായിട്ട് വന്നു. വീണ്ടും അവൻ അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വന്നു. അവൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ദൈവം അവനെ തക്ക സമയത്ത് ഉയർത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ തിരുവെഴുത്തുകളെ മുഴുവൻ നാം പരിശോധിക്കുമ്പോൾ വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. അതിൻ്റെ ആവർത്തന പുസ്തകം 34 അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവുമാകുന്നു. അതെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവകാശം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം അവരോട് കൂടിയിരിക്കും. അതാണ് നമ്മുടെ പ്രത്യേകത. ഇനി ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് വരാൻ പോകുന്ന ആപത്തെന്ന് പറയുന്നത് അതിഭയങ്കരമായിരിക്കും. അത് അവരുടെ അങ്ങനെയുള്ള ഇവർ നീതിമാന്മാരായിരിക്കും. ഇവർ ആരെയും ദ്രോഹിക്കാൻ പോവുകയില്ല, ആരെയും ഉപദ്രവിക്കാൻ പോവുകയില്ല, ആരെയും പിടിച്ചുപറിക്കാൻ പോവുകയില്ല, ആരെയും വഞ്ചിച്ചെടുക്കാനായിട്ട് പോവുകയില്ല. എന്നാൽ ഇവരുടെ അവകാശങ്ങളെ പിടിച്ചെടുക്കുകയോ ഇവരുടെ നന്മകൾക്ക് മുടക്കം വരുത്തുകയോ ഇവരെ ഉപദ്രവിക്കുകയോ ഇവർക്ക് ദോഷം ചെയ്യുകയോ ചെയ്യുന്ന ആളുകളെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കൊള്ളുക. അവരുടെ ലൈഫേ തരിപ്പണമായി പോകരുത്. നമുക്ക് തിരുവഴുത്തിലും കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ള ദേവദാസന്മാരുടെ അനേക അനുഭവങ്ങളിലൂടെ അത് കാണുവാനായിട്ട് സാധിക്കും. താൻ അവനെ മരുഭൂമിയിലും ഓടി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും കണ്ടു, അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. അതെ, നമ്മുടെ ദൈവം നമുക്ക് പരിചയമാണ്. നമുക്ക് എഫെസ്യ ലേഖനത്തിൽ പരിചയത്തെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. പരിചയം എന്ന് പറയുമ്പോൾ മറ്റുള്ള ഏത് ആയുധങ്ങളെക്കാൾ കൂടുതൽ ഏത് വശത്തു നിന്ന് വരുന്ന ആക്രമണങ്ങളെ 360 ഡിഗ്രിയിലും തടുക്കുവാൻ കഴിവുള്ള ഒന്നാണ് പരിച. ഈ പരിച നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് യുദ്ധത്തിൽ മുന്നേറുവാനായിട്ട് കഴിയുള്ളൂ. എന്താണ് ഈ പരിച? എബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ അതിമഹത്തായ പരിചയമാകുന്നു. അതെ, ഈ പരിചയം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ് നമുക്ക് മുൻപായിട്ട് നടക്കുന്നത്. നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ സ്വന്തം ബലം കൊണ്ടോ സ്വന്തം ശക്തി കൊണ്ടോ നമുക്കൊന്നും സാധ്യമല്ല. എന്നാൽ ദൈവം നമുക്ക് മുമ്പായിട്ട് നടക്കുന്നു. അവൻ നമ്മുടെ പരിചയമായിട്ട് നിൽക്കുന്നു. അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കുന്നു. എത്രയോ സംരക്ഷണമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഒറ്റപ്പെട്ട രീതിയിൽ വിഷമിക്കുകയാണോ? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുകയാണോ? എല്ലാവരും നീ പോകുന്ന സഭയിൽ ഒത്തുതീർപ്പുകാരായ ധാരാളം ആളുകളെ കാണാം, അവർക്ക് പ്രശ്നങ്ങളില്ല. എന്നാൽ നീ സത്യസന്ധനായിട്ട് നിന്നതുകൊണ്ട്, നീ വിശ്വസ്തരായിട്ട് നിന്നതുകൊണ്ട് നീ ഒറ്റപ്പെടുന്നു. എന്നാൽ ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് യഹോവ തനിയെ അവനെ നടത്തി. അതെ, ദൈവം തനിയെ നടത്തുന്ന പാതയിൽ നീ പോകുന്നുവെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നിന്നോടൊപ്പം നീ മാത്രമല്ല, നിനക്ക് മുമ്പേ നടന്നുപോയ അനേക ഭക്തന്മാരുണ്ട്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അനേക ഭക്തന്മാരുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ സന്ദേശം എല്ലാവർക്കും ഉള്ളതല്ല. എന്നാൽ ഒറ്റപ്പെട്ട നിലയിൽ ദൈവത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ചില സഹോദരന്മാർക്കും ചില സഹോദരിമാർക്കുള്ള ഒരു സ്പെഷ്യൽ സന്ദേശമാണിത്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. ദൈവം നിങ്ങളെ വഴി നടത്തും. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്വർഗീയ പിതാവായ ദൈവം, ഇന്ന് പറഞ്ഞ കേട്ട മക്കളൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവ്. നിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ കർത്താവ്. അവർ പോകുന്ന വഴിയിൽ അത് ഇടുക്കവും ഞെരുക്കമുള്ള പാതയാണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തുന്നതിനായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു. അതിന് കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശേഷം അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അടിയനെ വചനം തോന്നാനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സൃഷ്ടാവും കർത്താവാണ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.